ആദമിനും ഹൗവയ്ക്കും ആപ്പിൾ ഷേപ്പിൽ കിട്ടിയ ആദ്യത്തെ പാറ. ചാനൽ റിയാലിറ്റി ഷോയിൽ എന്തിരൻ കെട്ടിയാടും വേന്ദ്രനു കിട്ടി 1000 വാട്സിന്റെ പാറ. ചെളിപുരന്റെ കാലോട്ടാണ് അകത്ത് കയറുന്നേ. നീ ഇതിനു മുന്നേ ചെളിയുള്ള കാലോട്ട് വീട്ടിൽ കയറിട്ടില്ലേ? ഞങ്ങൾ തുടക്കാറില്ലേ? ഇളയമ എപ്പോഴേ തുടച്ചിട്ടുള്ളേ? അത് ഞാനെന്ന് പറഞ്ഞ എന്നെ പോലുള്ള പാവ സ്ത്രീകളെ ചെയ്യാറില്ലേ? നിങ്ങളെ ഉണ്ടല്ലോ. എന്നാ തുടക്കേ, ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചു വരാം. ഇനി വരുമ്പോ ചെളിയിലെ കാലുമായിട്ടും വരാം, വേണേ കാല് കഴുകിയിട്ടും വരാം. എന്നെ പോട്ടെ. ഞാൻ വച്ചിട്ടുണ്ട്. തളാങ്കുത്തകജം 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 തളാങ്കുതമ. അയ്യോ എന്റെ നടുവടഞ്ഞേ. നിങ്ങളുടെ അഹങ്കാരം തീർന്നു തളെ. എന്നോട് കളിക്കാൻ വന്നിരിക്കുന്നു. എടാ, നിനക്കും നിന്റെ ഭാര്യയ്ക്കും എന്നെ താഴെ തള്ളിയിടാനല്ലാതെ വേറെ ജോലി ഒന്നും അറിയില്ലടാ. എഴുന്നേറ്റിരിക്കാം അങ്ങോട്ട്. ദൂരെ എവിടെയും പോയി അടങ്ങിയിരിക്കും. വീണ്ടും ഈ വഴിക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ നിങ്ങളുടെ കാല് രണ്ടും തല്ലി ഓടിച്ച് വീൽ ചെയറിലാക്കും ഞാൻ. പൊക്കോ. My God. ഇത്രയും പാത്രങ്ങൾ കഴുകണോ? ഇതെല്ലാം കഴുകി തീരുമ്പോ തന്നെ വൈകുന്നേരം ആവുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പോയി ഏട്ടനെ ഹെൽപ്പ് ചെയ്യാം. ഈ വീട്ടില് നിന്റെ ഭർത്താവ് മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ? എന്റെ ഭർത്താവും അഖിലും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ അല്ല ചേച്ചി, ഏട്ടന് ശീലമില്ലാത്ത ജോലിയല്ലേ. ചെയ്തോട്ടെ വസു. ഇന്നൊരു ദിവസം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവർക്ക് നമ്മുടെ കഷ്ടപ്പാട് എന്താന്ന് മനസ്സിലാവൂ. നമ്മുടെ വില എന്താണെന്ന് മനസ്സിലാവും. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ ആണുങ്ങൾക്ക് ബുദ്ധി ഉദിക്കും. വാ വാ പോകാം. അയ്യോ, അമ്പോ, തുണി എന്നെ അലക്കിയതാണോ അതോ ഞാൻ തുണി അലക്കിയതാണോന്ന് ഒരു പിടിയുമില്ല. അമ്മേ, കൈയൊന്നും അനക്കാൻ പറ്റുന്നേ ഇല്ല. ഒരു വിക്കറ്റ് ഡൗൺ ആയി. നടുവ് ഇതെന്താ വീടാണോ അതോ സിംഗപ്പൂർ പാലസ് ആണോ? അമ്മേ, ഈ വീടെന്താ ഇപ്പൊ വലുതായോ?
അമ്മ വീട് മൊത്തം അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞപ്പോ എനിക്കുണ്ടായിരുന്ന എനർജി മൊത്തം പോയി ഏട്ടാ. മുത്തശ്ശി ആരതി ഒഴിഞ്ഞോളൂ. അമ്മ ആരതി. എന്താ ഉണ്ണി, പൂജ തുടങ്ങിയിട്ട് എത്രയോ നേരമായി, എന്നിട്ട് ഇപ്പോഴാണോ തൊഴാൻ കൊണ്ടുവന്നേ? ഇതാണ് എന്നതിനു മുന്നേ കർപ്പൂര ആരതി ഒഴിഞ്ഞോ അമ്മ? അണഞ്ഞു പോയാല് എനിക്കിത് വീണ്ടും കൊണ്ടുവരാൻ വയ്യമ്മ. അങ്ങനെ 3 വിക്കറ്റും ഡൗൺ ആയി. 4ാമത്തെ വിക്കറ്റ് എവിടെ പോയി? ആമോദമ കളിക്കാൻ കുളം കുളിക്കാൻ കുളം പോകാം നമ്മൾ. ആലോലമ കിളിക്കൂട്ടമായി പോരുകൂടെ. പൂങ്കാറ്റിലി മണിത്താഴ്വര ഇലച്ചാർത്തിനാലാടും നേരം. നീർച്ചാട്ടമായി മലർമെത്തയിൽ വീഴാം താഴെ. തൂമഞ്ഞണി പുല്ലുകൾ നീളെ താരങ്ങളായി മിന്നി നിറക്കെ സ്നേഹോഷ്മളം സ്വാഗതമരുളുന്നു. കൈ നീട്ടിയാൽ കുമ്പിളി നിറയെ തേനൂരിടും മുന്തിരി കനിയും ഗ്രാമാന്തരം മാടി വെളിപ്പോ നമ്മോടല്ലോ. പുതുമണ്ണിനെന്തൊരു നറുമണം, മഴവാരി വിതറിയ രതിമതം. ആരോരും കാണാതെ അബി, എനിക്കൊരു ജിഞ്ചർ ടീ. ഏട്ടാ എനിക്ക് മസാല ടീ. എനിക്ക് പാല് വേണോ അച്ഛാ? വേണ്ട വേണ്ട, വിട്ടേക്ക്. ചായ വളരെ നന്നായി അബി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചായ ആണല്ലോ അബി. സൂപ്പറാണ് ഏട്ടാ. ഓക്കെ, കുഴപ്പമില്ല. ആ ഓക്കെ. അപ്പൊ ഇനി അടുത്തെന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് ഒരു തവണ കൂടി ചായ വേണം. ഇപ്പൊ ചായ കുടിക്കല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ചായ? അയ്യോ, ഏട്ടൻ ഒരു ദിവസം 30 പ്രാവശ്യം ചോദിക്കുമ്പോ ഇതൊന്നും തോന്നില്ലേ? അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴാ കോഫി ചോദിക്കുന്നേ. നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ഇന്ന് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ ചെയ്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞിട്ട് പോയിക്കോ. ഞങ്ങള് ഗ്രേറ്റ് ആണെന്നങ്ങ് സമ്മതിക്കും. ഓക്കെ, ഒരു ടീയുടെ ഞാൻ കൊണ്ടുവരാം. അതിനുശേഷം എന്താ വേണ്ടത് പറഞ്ഞാൽ മതി. ഓക്കെ? ഭക്ഷണം ഉണ്ടാക്കണം. എന്ത് ഭക്ഷണം? നീ നന്നായിട്ട് ദോശ ഉണ്ടാക്കുമല്ലോ എന്റെ അനിയ. ദോശ ഉണ്ടാക്കി തന്നാ മതി. ഓക്കെ. ഓക്കെ, ആർക്ക് എന്ത് ടൈപ്പ് ദോശ വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് റവ ദോശ, എനിക്ക് പൊടി ദോശ, എനിക്ക് മസാല ദോശ, എനിക്ക് എഗ് ദോശ, എനിക്ക് ഉള്ളി ദോശ. ഞങ്ങൾക്ക് പ്ലെയിൻ ദോശ. ആ ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാ ദോശയും ഞാൻ ഉണ്ടാക്കി തരാം. ആ
ആ ഏട്ടാ, ഈ ദോശ എടുത്ത് എല്ലാവരും കൊടുക്ക. ഇന്നെന്റെ ഇമ്പമായി വന്നാൽ കേരള തിടുങ്ങുന്ന മാരി പോലെ ഇന്ന് പാറിപ്പോവതെങ്ങ് ഒരു മയിലാട്. എങ്ങിനി നീയുണ്ടോ അങ്ങിനി ഞാനുണ്ട്, എന്നും നീ എനിക്ക്. ജോർസെ ജോർസെ ജോർ ജോർ ജോർസെ ബാർസെ ബാർസെ ബാർ ബാർ ബാർസെ ജോർസെ ജോർസെ ജോർ ജോർ ജോർസെ. നിങ്ങളെല്ലാരും കൂടി എത്ര ദോശ കഴിക്കും? ഇവരൊക്കെ ഒരു വർഷത്തേക്കുള്ള ഫുഡ് ഒരുമിച്ച് കഴിക്കണം. വെഗാസുരനൊന്നും അല്ല, അതിനും അപ്പുറത്താ. രാവിലെ നിങ്ങള് എത്ര തരത്തിലുള്ള ചട്നികളാ ഞങ്ങളോട് ചോദിക്കുന്നത്? അതൊക്കെ ഞങ്ങള് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെയ്യ്. അബി അബി, നമുക്ക് വേണ്ടി ദോശമാവ് കുറച്ചെങ്കിലും മിച്ചം കാണോ? തോന്നില്ല ഏട്ടാ. മാവ് മൊത്തം തീർന്നു, എനിക്ക് ഒരു ദോശ പോലും കിട്ടിയില്ല. 4 പേർക്കും കൂടി ചേർത്ത് ഒരു ദോശ പോലും ഉണ്ടാക്കാൻ പറ്റില്ലേ അച്ഛാ? ലെറ്റ് മീ ട്രൈ. ലാസ്റ്റ് ദോശ നമുക്ക് 4 പേർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. ഇത് നിനക്ക്, ഇത് ഏട്ടന്, ഇത് എനിക്ക്, ഇത് ഉണ്ണിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇനി ലഞ്ചിന്റെ കാര്യം നോക്കിക്കോ. നിങ്ങൾ ഇപ്പോഴല്ലേ അത്രയും ദോശ കഴിച്ചത്, എന്നിട്ട് വീണ്ടും കുക്കിങ്ങോ? എന്താ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേ ലഞ്ചിനെ പറ്റി ചോദിക്കില്ലേ? ലഞ്ചിന്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. രാത്രി ഡിന്നർ എന്താ, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്, ഇതൊക്കെ ഓരോന്നും വിടാതെ ചോദിക്കുന്നതല്ലേ. ഓഫീസിലേക്ക് പോകുമ്പോ ലഞ്ച് ബോക്സ് തയ്യാറാക്കണമെന്ന് പറയും. വൈകുന്നേരത്തേക്ക് സ്നാക്സ് എടുത്തു വെക്കണം. ആഹാരത്തിനോടുള്ള കൊതി നിങ്ങൾക്ക് മാത്രല്ല, ഞങ്ങൾക്കും ഉണ്ട്. ഓക്കെ ഓക്കെ. ലഞ്ചിന് എന്ത് വേണമെന്ന് പറ. എനിക്ക് തക്കാളി കറി, എനിക്ക് പൊട്ടറ്റോ ഫ്രൈ, ചിക്കൻ കറി, പ്രോൺസ് ഫ്രൈ, മട്ടൺ ചാപ്സ്, ഫിഷ് കറി, നാടൻ കോഴിക്കറി, റാഗി പായസം, കോളിഫ്ലവർ, ബ്രൗൺ റൈസ്, ബിരിയാണി, വെജിറ്റബിൾ പുലാവ്, ചപ്പാത്തി വേണം. ചപ്പാത്തി വേണം പോലും. ചപ്പാത്തി ഈ സമയത്ത് ചപ്പാത്തി എന്തിനാ? എന്ന് നിങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തന്നെയാ പറഞ്ഞത്. എന്താ ദിവസം നിങ്ങൾ അത്ര വെറൈറ്റി ഒക്കെ കഴിക്കാറുണ്ടോ? കഴിക്കുമ്പോ മനസ്സിലായിട്ടില്ലേ? ഡോണ്ട് വറി, നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം. പുറത്തുനിന്ന് വാങ്ങിയതല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അമ്മ, ഞാൻ അച്ഛന്റെ ടീമിൽ നിന്ന് മാറുവാ. ഇനി മുതല് ഞാനും അമ്മയുടെ ടീം തന്നെയാ. സോറി അച്ഛാ, അത്രയും പാചകം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ജോലി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് നീ എന്താ ടീം മാറുവാണോ? അല്ലമ്മ, നിങ്ങള് ലേഡീസ് തന്നെയാ ഗ്രേറ്റ്. ഞങ്ങള് ജെൻസ് ഒക്കെ വേസ്റ്റാ. ലേഡീസ് വിജയിക്കട്ടെ, ജെൻസ് ഡൗൺ ഡൗൺ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വിക്കറ്റ് ഞങ്ങളുടെ സൈഡിലേക്ക് വന്നു. ഒടുവിൽ എല്ലാ വിക്കറ്റും നമ്മുടെ കൈ തന്നെ വരുവെടുത്തി. അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോഴും എന്റെ അനിയന്റെ കൂടെ ഉണ്ടാവും. ഞാനും എന്റെ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് രാഖിൽ. 3 മഹാന്മാരും ചേർന്ന് വേഗം ചെന്ന് പാചകം ആരംഭിച്ചോ. ഞങ്ങൾ പാചകം ചെയ്തോളാം, പക്ഷെ നിങ്ങൾ പറയുന്ന എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്നതിനെ നിങ്ങൾ കഴിച്ചാൽ മതി. അങ്ങനെ നിങ്ങളോട് എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്ക്. തന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യടത്തി പ്ലീസ്.
നോ വേ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ സോറി പറഞ്ഞ് ഞങ്ങളാണ് ഗ്രേറ്റ് എന്ന് സമ്മതിച്ചോ. നോ നോ നോ. ഇവർക്ക് ഇനിയും നല്ല ബുദ്ധി വന്നിട്ടില്ല. അടുക്കള പോയി പാചകം ചെയ്യടാ. ചെയ്യാം. ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും നിങ്ങൾ കഴിക്കണം. ഇതുപോലെ ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഏട്ടത്തി, വായിക്ക് രുചിയായിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. ഡോണ്ട് വറി. ഏട്ടാ അഖിൽ, ഓപ്പറേഷൻ സ്റ്റാർട്ട്. റെഡി സർ. മൂവ്. എന്താ ഏട്ടാ കരഞ്ഞോണ്ടിരിക്കുന്നെ? സവാള കട്ട് ചെയ്യുമ്പോ പിന്നെ കരച്ചിൽ വരാതെ എനിക്കെന്താ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇത്ര നാള് ഞങ്ങള് കരഞ്ഞില്ലേ, ഇനി കുറച്ച് നിങ്ങൾ കരഞ്ഞോ. അഖിൽ, പച്ചമുളകിന് നല്ല എരിവുണ്ടാവോ അതോ നല്ല സ്വീറ്റ് ആണോ? എടി, പച്ചമുളക് എങ്ങനെയാടി സ്വീറ്റ് ആവുന്നേ? ദാ എടുത്ത് പിടി, കഴിച്ചു നോക്ക്. നോക്ക് മുത്തശ്ശി, അച്ഛൻ അഴുകിയ തക്കാളി അരിഞ്ഞോണ്ടിരിക്കുന്നേ. എടാ വില്ല. ഏയ് ഉണ്ണി, പാർട്ടി മാറിയ രാഷ്ട്രീയക്കാരൻ തന്റെ പഴയ പാർട്ടിയെ കളിയാക്കുന്ന പോലെ ഞങ്ങളെ നീ കളിയാക്കി കൊല്ലുവാണോ? കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന കൈകൊണ്ട് തക്കാളി അരിഞ്ഞോണ്ടിരിക്കുക. എന്നെ കൊണ്ട് ഇതൊന്നും കണ്ടോണ്ട് നിക്കാൻ പറ്റില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം ഏട്ടനെ. വസു വസു, ഇവര് പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇവർക്ക് ശിക്ഷ കിട്ടിയേ മതിയാകൂ. ആ വാ 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 വാ, നിങ്ങളെല്ലാം ഇങ്ങ് വാ. ആ ചുക്ക് 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 ചുക്ക്. Come on, let's do it. Yes. തുടങ്ങിക്കോ. Ready. Yes. വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം കട്ട് ചെയ്തു. ഇനി എങ്ങനെയാ കുക്ക് ചെയ്യുന്നത്? നീ നേരത്തെ ദോശ ഉണ്ടാക്കിയിട്ടില്ല അബി, അതുപോലെ എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ദോശ ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ ഏട്ടാ, കറി വെക്കാനൊന്നും അറിയില്ല. ഏട്ടാ, യൂട്യൂബില് കുക്കിംഗ് വീഡിയോസ് ഉള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? ഗുഡ് ഐഡിയ. വീഡിയോ നോക്കി റെസിപ്പി ടകടകടകാന്ന് പറ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം.